ഹലോ ഗായ്സ്, നമുക്കൊരു പപ്സ് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ 4 പപ്സാണ് ആക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അരക്കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് മൈദ എടുക്കാവുന്നതാണ്. മൈദയിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം 4 പീസാക്കി മുറിച്ച് കൊടുക്കാം. എന്നിട്ട് ആ 4 പീസ് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്യുക. എന്നിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ 4 പീസും ഒരു 20 മിനിറ്റ് അതിലേക്ക് മുക്കി വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് മസാലയുടെ പരിപാടികൾ നോക്കാം. അതിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ച് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി വാടി വരുമ്പോൾ കറിവേപ്പിലയും ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മസാല റെഡി. ഇനി നമ്മൾ നേരത്തെ എണ്ണയിൽ മുക്കി വെച്ച ആ ഒരു മൈദ എടുത്ത് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുക. നമ്മുടെ പപ്സിന് ലെയർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇന്നത്തെ നമ്മുടെ പപ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പപ്സ് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആവിയിൽ വെച്ച് കുക്ക് ചെയ്യാൻ ഒരുപാട് നോക്കി എനിക്ക് അങ്ങനെയും സാധിക്കുന്നില്ല. അന്നൊരു ഉമ്മ പറഞ്ഞ ഐഡിയ ആണ് നീ പൊരിച്ചോ എന്നുള്ളത്. പക്ഷെ പൊരിച്ചതാണെങ്കിലും പപ്സിൻ്റെ അതേ ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. ആവിയിൽ വെച്ച് റെഡി ആവാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. അങ്ങനെ നമ്മുടെ പപ്സിൽ മുട്ടയും മസാലയൊക്കെ വെച്ച് നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ.